മൗല കോഗ്നിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പോൾ മൗല കോഗ്നിഷനിൽ നമ്മുടെ സാജൻ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ഡോക്ടർ ആയിഷ തുറന്നു വിട്ടത് ഭൂതത്തെ മുസ്ലിം സ്ത്രീകൾ തെരുവിലേക്ക്. അതായത് ഒരു വിദ്യാഭ്യാസവും ജോലിയുമുള്ള മുസ്ലിം സ്ത്രീ ഡോക്ടർ ആയിഷ, അവരൊരു മെഡിക്കൽ ഡോക്ടറാണെന്നാണ് തോന്നുന്നത്. അവരുടെ ഭർത്താവ് വേറൊരു വിവാഹം കഴിച്ചു, അവളുടെ അനുവാദമില്ലാതെ. അപ്പം അവൾ ചെയ്യുന്ന സമരമാണ് ഈ വീഡിയോയിലെ ഉള്ളടക്കം. അപ്പം ഇസ്ലാമിക നിയമപ്രകാരം ആദ്യ ഭാര്യയുടെയോ ആദ്യ ഭാര്യമാരുടെയോ അനുവാദം രണ്ടാമതോ മൂന്നാമതോ നാലാമതോ വിവാഹം കഴിക്കുന്നതിന് ആവശ്യമില്ല എന്നാണ് ശരീഅത്ത് പുസ്തകങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പം സാജൻ ഇതിൽ ചർച്ച ചെയ്യുന്ന കാര്യം, ഈ ഒരു പുരുഷന് ഒരു ഭാര്യയെ തന്നെ വേണ്ടതെന്ന് നോക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അയാൾ എന്തിനാണ് വീണ്ടും വിവാഹം കഴിച്ചത്? ഈ ഭാര്യയെയും ആയിഷയെയും അവരുടെ കുട്ടിയെയും നോക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷയങ്ങളൊക്കെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ആയിഷ സമരം ചെയ്യുന്നത്. അപ്പം ഈ സമരം ഏറ്റുപിടിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ മറ്റൊരു മുസ്ലിം നാമധാരിയായ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിച്ച മറ്റൊരു സ്ത്രീ പൗരോഹിത്യത്തിനെതിരെയൊക്കെ പടവാളെടുത്ത്, പണ്ടൊരു പടവാൾ എന്ന് പറഞ്ഞിട്ടൊരു കോമഡി കുതിരവട്ടം പപ്പുവിൻ്റെ ഒരു പടവാൾ ദിനപത്രം ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെ പടവാളെടുത്ത് മറ്റൊരു സ്ത്രീ ഈ സ്ത്രീയുമായിട്ട് ആയിഷയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുന്ന വേറൊരു വീഡിയോ നമ്മൾ കണ്ടു. അപ്പം നക്ഷബന്ദി ഹക്കാനി തരീഖത്ത്, ഉസ്മാൻലി നക്ഷബന്ദി റബ്ബാനി, അതേപോലെ കേരളത്തിലുള്ള സുന്നി സലഫി ജമാഅത്തെ ഇസ്ലാമിക്കാർ, MES സ്ഥാപനത്തിൻ്റെ പ്രതിനിധികൾ, മർക്കസ് നോളജ് സിറ്റിയുടെ ആളുകൾ, ഇവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, നിങ്ങൾ ആധുനിക വിദ്യാഭ്യാസം മുസ്ലിം വിദ്യാർത്ഥികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിങ്ങൾ ആധുനിക വിദ്യാഭ്യാസം നൽകി. ഇപ്പം നിങ്ങളുടെ തന്നെ കൊണ്ടുനടക്കുന്ന ശരീഅത്തിനെ നിങ്ങൾ അപകടപ്പെടുത്തിയിരിക്കുകയാണ്. ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ നിങ്ങൾ തയ്യാറാവുമോ? മുൻപ് നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഒരു മുത്തലാഖ് ബിൽ കൊണ്ടുവന്ന സമയത്ത്, ട്രിപ്പിൾ തലാഖ് എന്നുള്ള ബില്ല് കൊണ്ടുവന്ന സമയത്ത് ശരീഅത്ത് സംരക്ഷണം എന്ന പേരിൽ കേരളത്തിലുടനീളം ജാഥകളും സമരങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഒരുവിധം മുസ്ലിയാക്കന്മാർക്കും സുല്ലമിമാർക്കും അതേപോലെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഇസ്ലാഹികൾക്കൊക്കെ ഇപ്പം നേരം വെളുക്കുമോ ഇല്ലയോ എന്നാണ് സൂഫി ചിന്താഗതിക്കാരായ നമ്മൾ ചോദിക്കുന്നത്. അതായത് ശരീഅത്ത് സംരക്ഷണം, നിങ്ങൾ പറയുന്ന പുസ്തകങ്ങളുള്ള ശരീഅത്ത് സംരക്ഷണത്തിൻ്റെ പേരിലാണല്ലോ നിങ്ങൾ ധാരാളം സൂഫി മജ്ലിസുകളെയും അതായത് സൂഫി മാർഗങ്ങളെയും അതായത് തരീഖത്തുകളെയൊക്കെ നിങ്ങൾ ഫത്വ നൽകി നിങ്ങൾ ഒറ്റപ്പെടുത്തുകയും അതേപോലെ മുസ്ലിങ്ങളെ അതിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്നത് നിങ്ങളാണല്ലോ. അതിൽ ശരീഅത്തില്ല, ആ ഷെയ്ഖിന് ശരീഅത്തില്ല, ശരീഅത്ത് പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ തരീഖത്തുകളെ സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കുകയും പടിയടച്ച് പിണ്ടം വയ്ക്കുകയോ ചെയ്യുന്ന ഒരു പരിപാടി നിങ്ങളുടെ ഒരു ചര്യയിൽപ്പെട്ടതാണ്, നിങ്ങളുടെ ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി. അപ്പം നിങ്ങൾ തന്നെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ സമുദായത്തിനെ ഉദ്ധരിക്കാൻ വേണ്ടി നിങ്ങൾ തുടങ്ങിയിട്ടുള്ള ഈ ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ വന്നപ്പോൾ ഈ മുസ്ലിം സ്ത്രീകൾ, മുസ്ലിം പെൺകുട്ടികൾ ആധുനിക വിദ്യാഭ്യാസം നേടി അവർ നിങ്ങളെ തന്നെ ഇപ്പം വിമർശിക്കുകയും ചാലഞ്ച് ചെയ്യുകയാണ്, വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ കാലഹരണപ്പെട്ട നിയമങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഉസ്താദുമാരും ഇമാമാരും എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലുള്ള നിയമങ്ങൾ, അക്കാലഘട്ടത്തിലേക്കുള്ള നിയമങ്ങളെ ഓരോ കാലഘട്ടത്തിലും വന്ന ഇമാമാർ പറഞ്ഞ കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ അവരുടെ വീക്ഷണങ്ങളാണ്.
അവിടുത്തെ സാമൂഹികാവസ്ഥക്കനുസരിച്ചുള്ള അവരുടെ വീക്ഷണങ്ങളാണ് അന്ന് കിതാബിൽ എഴുതി വെച്ചത്. അത് ഈ 21-ാം നൂറ്റാണ്ടിൽ ഇന്നും അത് അതേപോലെ തന്നെ പിന്തുടരണമെന്ന് പറയുന്ന നിങ്ങളെ അവർ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ തന്നെ വിദ്യാഭ്യാസം നൽകി പാലൂട്ടി വളർത്തിയ ആളുകൾ നിങ്ങളുടെ കൈക്ക് തന്നെ കൊത്തുകയാണ്, സർപ്പങ്ങളായി മാറിയിരിക്കുന്നു. നിങ്ങൾ വിദ്യാഭ്യാസം നൽകിയ യുവതലമുറ, മുസ്ലിം യുവതലമുറ, അവർ സർപ്പങ്ങളായി നിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് ഇംഗ്ലീഷിൽ ഇതിൻ്റെ തൊട്ട് മുൻപ്, അതായത് ഇന്ന് ലോകത്ത് ഏതൊരു മതമുണ്ടോ അല്ലെങ്കിൽ ഏതൊരു മതം അനുയായി നേതൃത്വമുണ്ടോ, അതായത് മതം എപ്പോൾ അറിയപ്പെടുന്ന ഓരോ കാലഘട്ടത്തിൽ അതിൻ്റെ നേതൃത്വത്തിനോട് ചേർത്താണ്. അപ്പം ഇന്ന് ലോകത്ത് ഏതൊരു മതമുണ്ടോ സത്യമന്വേഷിക്കുന്നത് മതവിധി നൽകി, അതായത് മതനിയമവിധി പുറപ്പെടുവിച്ചുകൊണ്ട് വിലക്കിയ ഏതൊരു മതമുണ്ട് അത് ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ കിതാബുകളിൽ നിങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്, മുഹിയുദ്ദീൻ ഇബ്നു അറബി, മറ്റുള്ള സൂഫി വര്യന്മാർ, ഇവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതോ പഠിക്കുന്നതോ നിഷിദ്ധമാണ്, ഒരു സാധാരണ മുസ്ലിമിന് നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ എഴുതി വെച്ചു. കാലക്രമേണ നിങ്ങൾ തരീഖത്തുകളിൽ നിന്നും അകന്നു, ആധ്യാത്മികതയിൽ നിന്നും നിങ്ങൾ അകന്നപ്പം നിങ്ങൾ കേവലം മദ്രസകൾ 10-ാം ക്ലാസ്സും 11-ാം ക്ലാസ്സും വരെ നിങ്ങൾ എന്ത് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് നിങ്ങൾ മദ്രസ വിദ്യാഭ്യാസം വ്യാപകവും സാർവത്രികവുമാക്കി. പക്ഷേ ജനങ്ങളുടെ യുവതലമുറ ഡാൻസും കൂത്തുമായി ആഘോഷിക്കുകയും നിങ്ങളുടെ തന്നെ ശരീരത്തിലുള്ള പല നിയമങ്ങളെ അവർ വെല്ലുവിളിക്കുകയും ചെയ്യുകയാണെന്ന്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കണം. സൂഫിയാക്കളുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ നിങ്ങൾ സമൂഹത്തിൽ നിന്നും വേർപെടുത്തിയപ്പം, ഇസ്ലാമിക സമൂഹത്തിൻ്റെ മുഖ്യധാര മുസ്ലിം സമൂഹത്തിൽ നിന്ന് നിങ്ങൾ വേർപെടുത്തി അത് നിരോധിച്ചു. തരീഖത്തുകളിൽ നിന്ന് നിങ്ങൾ ജനങ്ങളെ ആട്ടിപ്പായിച്ചപ്പോൾ ആധ്യാത്മിക നഷ്ടപ്പെട്ട സമൂഹം അവർ ബൗദ്ധിക തലത്തിൽ ഇൻ്റലക്ച്വലി അവർ വളരെ ഓവർ കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസവും ഇൻ്റലക്ച്വലായിട്ടുള്ള വിഷയങ്ങളിൽ അവർ കൂടുതൽ തർക്ക സ്വഭാവമുള്ളവരായി മാറിയപ്പോൾ നിങ്ങൾക്ക് എന്തില്ല, നിങ്ങളുടെ വഴി സംരക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സൂഫി വര്യന്മാരുടെ വഴികൾ നിങ്ങൾ നിരോധിച്ചു. തരീഖത്തിൻ്റെ കിതാബുകൾ, വലിയ വലിയ ഷെയ്ഖുമാരുടെ ഹക്കീഖത്തിൻ്റെയും മഗ്രിഫത്തിൻ്റെയും ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെയും ആധ്യാത്മിക സത്യങ്ങളുടെയും വിഷയങ്ങൾ പ്രതിപാദിക്കുകയും അവതരിപ്പിക്കുന്ന ഷെയ്ഖുമാരുടെ സൂഫി വര്യന്മാരുടെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ നിരോധിക്കുകയും സൂഫിയാക്കളുടെ വഴികൾ നിങ്ങൾ സമൂഹത്തിൽ നിന്നും വേർപെടുത്തി മാറ്റുകയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതം സംരക്ഷിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ കൊണ്ട് നടക്കുന്ന രൂപത്തിലല്ല ദീൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഞാൻ ഏത് ജമാഅത്തുകാരനെയും സുന്നിയെയും സൂഫി, ഇന്നത്തെ കള്ള സൂഫികളെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ സത്യം എൻ്റെ സത്യവുമായിട്ട് നിങ്ങളൊന്ന് സംവദിച്ചു നോക്കും. ആരുടെ സത്യമാണ് ഉയർന്നു നിൽക്കുന്നത് ആ സത്യത്തെ നമുക്ക് പിന്തുടരാം. നിങ്ങളുടെ സത്യമാണ് ഉയർന്നു നിൽക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ സത്യം പിന്തുടരുകയും ഞാൻ നിങ്ങളുടെ വീട്ടുവേലക്കാരനായി വരികയും ചെയ്യും. നേരെ മറിച്ച് എൻ്റെ സത്യമാണ് ശരിയെങ്കിൽ, അതാണ് നിങ്ങളുടെ സത്യത്തെക്കാണ് മേൽക്കോയ്മ സ്ഥാപിക്കുന്നതെങ്കിൽ, നിങ്ങൾ എൻ്റെ സത്യം പിന്തുടരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്, ഫർള് ഐനാണ് നിങ്ങൾക്ക്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പ്രവാചകന്മാരുടെ പിതാക്കന്മാരൊന്നാണ്, പക്ഷേ അവരുടെ മതം ഒന്നാണ്. അവരുടെ പിതാക്കന്മാർ ഒരേ പിതാക്കന്മാരിലൂടെ വന്ന ആളുകളാണ്. അവരുടെ മാതാക്കൾ വ്യത്യസ്തരാണ്, പക്ഷേ അവരുടെ മതം ഒന്നാണ്. അപ്പോൾ ആ ഒരൊറ്റ മതം, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഏകമതം, യേശു ക്രിസ്തുവിൻ്റെയും മുഹമ്മദ് നബിയുടെയും മതം ഏകമതമാണ്. അപ്പം ആ യേശു ക്രിസ്തു പറഞ്ഞു, ഞാനാണ് വഴി. ഈസാ നബി പറയുന്നു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് സത്യം എന്ന് പറഞ്ഞാൽ ഹല്ലാജെ നിങ്ങൾ ഫത്വ നൽകി ഇസ്ലാമിക വിരോധിയാണെന്ന് പറഞ്ഞ് അല്ലാജയെ നിങ്ങൾ വധിച്ചു, ഇസ്ലാമിക നിയമപ്രകാരം വധിച്ചു. അല്ലാജയുടെ മേൽ നിങ്ങൾ കുഫർ, അതായത് അവിശ്വാസവും ബഹുദൈവ വിശ്വാസവും ഒക്കെ നിങ്ങൾ ചാർത്തി പല സൂഫിയാക്കൾക്കും. അപ്പം അതേപോലെ ഈസാ നബിയുടെ മേൽ നിങ്ങൾ കുഫറും ഷിർക്കും ചുമത്താൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ മതവും ഈസാ നബിയുടെയും മുഹമ്മദ് നബിയുടെയും മതവും രണ്ടാണെന്ന് നിങ്ങൾ പറയേണ്ടി വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി അവിടെ. അപ്പോൾ
ഈസാ നബിയുടെ മതവും മുഹമ്മദ് നബിയുടെ മതവും ഒന്നാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യ മതം ഇസ്ലാമാണ്. അത് ആ ഒരു മതമാണ്. ആ മതത്തിൽ നിങ്ങൾ എത്രയോ അകന്നു പോയിരിക്കുന്നു. മുൻകാല സമുദായങ്ങളെ അനുകരിച്ചു അവർ ചെയ്തതൊക്കെ നിങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ പല പണ്ഡിതന്മാരും വളരെ സംഘടനക്കാരുമൊക്കെ ഇപ്പം വലിയ വലിയ ലൈബ്രറികൾ കാണിച്ചു പറയുകയാണ്. ഇസ്ലാമിക ലോകത്തുള്ള ധാരാളം കിതാബുകൾ, ധാരാളം പുസ്തകങ്ങൾ ഷെൽഫുകളിൽ വെച്ചുകൊണ്ട് അഭിമാനത്തോട് പറയുകയാണ്, ഇതൊക്കെ ഗ്രന്ഥങ്ങളാണ്, നമ്മൾ പഠിക്കേണ്ടത്. ഈ ഗ്രന്ഥങ്ങളാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ അപമാനിക്കുന്നത് അള്ളാഹുവിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. മുഹമ്മദ് നബി, അള്ളാഹു പറയുന്നു ദീൻ പൂർത്തിയാക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് തരാനുള്ള എല്ലാ സന്ദേശങ്ങളും ഞാൻ കൈമാറിക്കഴിഞ്ഞു, ഇനിയൊന്നും ബാക്കിയില്ല. പക്ഷേ നിങ്ങൾക്ക് ശേഷം വന്ന നിങ്ങളുടെ പണ്ഡിതന്മാർ ധാരാളം ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, 10,000 ലക്ഷക്കണക്കിന് പേജുകൾ അവ എഴുതി വെച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പൂർത്തിയാക്കിയിട്ടില്ല, ദീനിൻ്റെ കാര്യങ്ങൾ ശരിയായി വിവരിച്ചു തന്നിട്ടില്ല, ഞങ്ങളാണ് ഇവിടെ വിവരിച്ചു തരുന്നത്. അങ്ങനെ ഓരോരോ ആളുകളും ഓരോരോ പണ്ഡിതൻ്റെയോ ഇമാമിൻ്റെയോ ആളുകളായി മാറി അവരോരോരോ വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളും സംഘടനക്കാരും അതേപോലെ വിഭാഗീയതയുടെ ആളുകളായി നിങ്ങൾ മാറുക ചെയ്യുന്നത്. ഇതൊന്നും ഒരു മതത്തിൻ്റെ വ്യത്യസ്ത ആത്മീയ ജ്ഞാനത്തിൻ്റെ ഈ പ്രകാശമയങ്ങൾ കാണുന്നില്ല. എല്ലാം ഓരോരോ വിഭാഗം, ഹനഫി, ഷാഫി, മാലിക്, ഹംബലി, അങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്നും കൂടുതൽ വിഘടിപ്പ് വന്നു, ഭിന്നിപ്പ് വന്നു. ശിർക്കും തൗഹീദൊക്കെ എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്നു, കാഫിറാക്കുന്നു. ഇന്ന് ലോകത്ത് മുസ്ലിങ്ങളില്ല, കാഫിറുകളേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം എന്ന മതം ഇന്ന് ലോകത്തില്ല. ആരാണ് മുസ്ലിം? സലഫികളോട് ചോദിച്ച് സുന്നികൾ മുസ്ലിമാണോ ചോദിച്ചാൽ അവർ പറയാമല്ല, അവർ മുശ്രിക്കുകളാണ്, അതായത് ഇസ്ലാം മുസ്ലിങ്ങളെല്ലാം അറിയും. ഇനിയിപ്പോൾ സുന്നികളെടുത്ത് പോയി വഹാബികളെ കുറിച്ച് ചോദിച്ചാൽ, അല്ല ജമാഅത്തുകാരെ കുറിച്ച് ചോദിച്ചാൽ അവർ പറയും അവർ മുസ്ലിങ്ങളല്ല, അവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ല, അവർ കാഫിറുകളാണ്, അല്ലെങ്കിൽ അവർ മുർത്തദുകളാണ് എന്ന് പറയും. അപ്പോൾ ഈ ലോകത്തുനിന്ന് എന്തില്ല? ഇസ്ലാമില്ല. ഇനിയിപ്പം ഈ ഡോക്ടർ ആയിഷയുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഇന്ന് ലോകത്തുള്ള എല്ലാ ആളുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈസാ അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ള വഴികളിലേക്കാണ്, ആധ്യാത്മികമായിട്ടുള്ള വഴികളിലേക്കാണ്. ഇസ്ലാമികമായിട്ടുള്ള ബഹുഭാര്യത്വത്തിൽ നിന്ന് മുസ്ലിം സമൂഹം വളരെ അധികം പിന്നോട്ട് പോയി കഴിഞ്ഞു. അതേപോലെ പുതിയ നിയമം, ബൈബിളിലുള്ള പുതിയ നിയമത്തിലുള്ള ഏകഭാര്യത്വത്തിലേക്കാണ് ആളുകൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അതും കഴിഞ്ഞപ്പം അതിൽ കൂടെയുള്ള പൗലോസ്ലിയ പറഞ്ഞിട്ടുള്ള, നിങ്ങൾ ഏതവസ്ഥയിലാണോ ദൈവത്തിലേക്ക് വിളിക്കപ്പെട്ടത്, നിങ്ങൾ ആ അവസ്ഥയിൽ നിന്ന് കൊള്ളുക, വിവാഹം കഴിക്കേണ്ടതില്ല, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ നിങ്ങൾ വരിച്ചു വരുത്തുകയാണെന്ന് കൊറിന്ത്യൻസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പൗലോസ്ലിയ എഴുതിയിട്ടുണ്ട്. അപ്പം ആ തലത്തിലേക്കും ആളുകൾ നീങ്ങി തുടങ്ങി. ഇപ്പം യുവതലമുറ, പല യുവാക്കൾക്കും യുവതികൾക്കും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം മുസ്ലിം സമൂഹം ആൾറെഡി എന്തായി, ബഹുഭാര്യാത്വം എന്നുള്ള രീതികളിൽ നിന്ന് വളരെ ബഹുദൂരം പോയി കഴിഞ്ഞു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റുള്ള പല പ്രവാചകന്മാരുടെ സുന്നത്തായിട്ടുള്ള ബഹുഭാര്യത്വം എന്നുള്ളതിൽ നിന്ന് മുസ്ലിം സമൂഹം വളരെയധികം പിന്നോട്ടടിച്ചു. അങ്ങനെ ഒരു സുന്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ചര്യയിൽ നിന്ന് മുസ്ലിങ്ങൾ വളരെ പിന്നോട്ട് പോയി. പുതിയ നിയമ ബൈബിളിലുള്ള, ഇഞ്ചിയിലുള്ള, പുതിയ നിയമത്തിലുള്ള, ഗോസ്പലിലുള്ള ഏകഭാര്യ മതി, ഒരു ഭാര്യയെ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു ഭാര്യയെ വിവാഹം കഴിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു ഭാര്യ ആവശ്യമുള്ളൂ എന്നുള്ള തലത്തിലേക്ക് ആളുകൾ നീങ്ങി തുടങ്ങി. അപ്പം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഏത് വ്യവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ക്രിസ്ത്യൻ പടിഞ്ഞാറൻ ആശയങ്ങളിലേക്കാണ് ജനങ്ങൾ കൂടുതൽ മാറിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലോകത്ത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ സ്ഥിതിഗതികൾ. പക്ഷെ അവിടെ ഒന്നും ആർക്കും ശരീഅത്ത് സംരക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. ശരീഅത്ത് സംരക്ഷിക്കണം എന്നുള്ളൊരു ബോധം വരുന്നത് എവിടെയെങ്കിലും ഒരു തരീക്കത്ത്, നക്ഷബന്ദി എന്നോ ചിസ്തി എന്നോ ഖാദിരി എന്നോ റിഫായി എന്നോ പേരിൽ ആരെങ്കിലും ഒരു ദിക്ർ മജ്ലിസ് തുടങ്ങിയാൽ അപ്പേക്ക് സമസ്തക്കാർ, ജമാഅത്തെ ഇസ്ലാമിക്കാർ കമ്മിറ്റി തുടങ്ങി പ്രസ്താവനകൾ ഇറക്കാൻ തുടങ്ങി, ശരീഅത്ത് സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഡോക്ടർ ആയിഷ തുറന്നു വിട്ടത് ഭൂതത്തെ എന്ന് പറഞ്ഞ ആ ഭൂതം എന്ത്? അവേക്കനിങ്
അല്ലെങ്കിൽ ഭൂതം, പ്രേതം, പിശാച്, ആ തുറന്നിട്ട ഭൂതങ്ങൾ പറയുന്നൊരു വീഡിയോ ഉണ്ട്, മുസ്ലിയാക്കന്മാരെയും പൗരോഹിത്യത്തിനെയും വെല്ലുവിളിക്കുന്നത്. ആ ഭൂതത്തെ തുറന്നു വിടാൻ കാരണക്കാരായിട്ടുള്ള ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സുന്നി സംഘടനകളും സലഫി സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ബഹിഷ്കരിക്കുമോ എന്നാണ് മൗലാ കോഗ്നിഷൻ്റെ ചോദ്യം. ശരീഅത്ത് സംരക്ഷണത്തിൻ്റെ പേരിൽ മേലാൽ ഇനി മുസ്ലിം സ്ത്രീകൾക്കും 10ാം ക്ലാസ്സിന് ശേഷം വിദ്യാഭ്യാസം കൊടുക്കുന്നത് നിങ്ങൾ നിർത്തുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് ശരീഅത്തും നിങ്ങളുടെ സംഘടനാ ശരീഅത്തും മത നിയമങ്ങളൊക്കെ നിങ്ങളിനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സത്യമായിട്ടുള്ള ഏകസത്യ വഴി പ്രവാചകന്മാരുടെ എല്ലാവരുടെയും ഒരു മതം, ആ മതം നിങ്ങൾ അന്വേഷിക്കുക. ആരെങ്കിലും ഇസ്ലാമല്ലാത്തൊരു മതം അന്വേഷിച്ചാൽ അവൻ പരലോകത്ത് നഷ്ടക്കാരനായിരിക്കും, അവനിൽ നിന്ന് സ്വീകരിക്കില്ല എന്ന് 3-ാം അധ്യായം 55-56 വചനങ്ങളിൽ ഖുർആനിൽ കാണാൻ പറ്റും. അപ്പം അത് ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള 3-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ആയത്ത് അതേത് ഇസ്ലാമാണ്? അതെല്ലാ പ്രവാചകന്മാരുടെയും ഇസ്ലാമാണ്. ക്രിസ്തുവിൻ്റെയും മോശയുടെയും ഈസയുടെയും ദാവൂദിൻ്റെയും സുലൈമാൻ്റെയും നോഹായുടെയും അബ്രഹാമിൻ്റെയും അങ്ങനെ എല്ലാ പ്രവാചകന്മാരുടെയും ഇസ്ലാമാണ്. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ ഇസ്ലാമോ സുന്നികളുടെ ഇസ്ലാമോ സലഫികളുടെ ഇസ്ലാമല്ല. നിങ്ങളെ പ്രവാചകന്മാരുടെ ഇസ്ലാമിൽ നിന്ന് ബഹുദൂരം പിന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുള്ളൂ. നിങ്ങളുടെ ഇസ്ലാം അവിടെ കിടക്കുന്നു. നിങ്ങൾ ധാരാളം നോളജ് സിറ്റികളും ഇംഗ്ലീഷ് മീഡിയം കോളേജുകളും സ്കൂളുകളും സ്ഥാപിച്ചു, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ സ്ഥാപിച്ചു. അവസാനം നിങ്ങൾ തന്നെ ആത്മഹത്യാപരമായ തീരുമാനങ്ങളാണ് നിങ്ങളെടുത്തത്. കാരണം നിങ്ങൾ ഗൾഫിൽ പോയി പണം കണ്ട് മഞ്ഞളിച്ചു. നിങ്ങളുടെ ദൈവം പണമാണ്, അല്ലാതെ ആകാശലോകങ്ങളിലുള്ള ദൈവമല്ല നിങ്ങളുടെ ദൈവം. നിങ്ങളുടെ ദൈവം പണമാണ്. മറ്റുള്ളതെല്ലാം അതിലെ പണത്തിലേക്ക് എത്താനുള്ള നിങ്ങളുടെ ചട്ടുകങ്ങൾ മാത്രമാണ് എന്ന് നിങ്ങൾക്ക് ഞാൻ തെളിയിക്കും. നിങ്ങൾ മുന്നോട്ട് വരണം. നിങ്ങളുടെ സഖാഫിമാരും സുല്ലമിമാരും ബാഖഫിമാരും സലാഹികളും ഫൈസികളും എല്ലാവരും മുന്നോട്ട് കടന്നു വരണം. നിങ്ങളുടെ ബിഷപ്പുമാരും പാസ്റ്റർമാരും ഇമാമാരും എല്ലാം വരണം. നിങ്ങളുടെ പൊള്ളത്തരം മൗലാ കോഗ്നിഷൻ തുറന്നു കാട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.